അപ്പം അതെ നമ്മൾ വീണ്ടും ഒരു ക്യൂബ് സോൾവിങ് ആയിട്ട് വന്നേക്കാണ്. ഇപ്പം നമുക്കൊരു സംഭവമാണ്. കാരണം ഇപ്പം നമ്മളെ കയ്യിൽ ഇതിനകത്ത് 12 ക്യൂബും ഇതിനകത്ത് 14 ക്യൂബും ഉണ്ട്. അത് വെച്ചിട്ട് നമ്മൾ 2 ടവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് 25 ക്യൂബായിട്ടുണ്ട് കേട്ടോ നമ്മളെ കയ്യിൽ. നമുക്ക് 50 ക്യൂബ് ആക്കണം എന്നാണ് നമ്മുടെ ഡ്രീം. അപ്പം നമുക്കിതിൽ ഈ ക്യൂബിൻ്റെ സോൾവിങ് ആയിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഈ ക്യൂബല്ല, വേറെ ക്യൂബാണ്. അപ്പം അതിൻ്റെ കൂടെ കിടക്കാം. ഗൈസ് ഇത്തിരി ചുമയും പനിയൊക്കെയാണ്. അപ്പം അതിൻ്റേതായ കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും. നമ്മൾ ഈ ക്യൂബായി എന്ന് സോൾവ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഒരു അവസ്ഥയിൽ ഈ ക്യൂബല്ല നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. പകരം സ്പെഷ്യൽ ക്യൂബാണ്. ടവറൊക്കെ നേരെയൊക്കെ ഇട്ടത് ടവറ എണ്ടല്ലേ ഈ വയർ ഞാൻ പൊളിച്ചിട്ടില്ല കേട്ടോ ഗേസ്. സ്പിന്നർ ക്യൂബ് ഗേസ്. ഇത് പൊളിക്കാം. എനിക്ക് വലിയ പൊളിക്കാൻ ശീലമൊന്നുമില്ല. നേരെ വലിച്ചേറി പൊളിക്കാം. ഓക്കെ, അടിപൊളി. ടവറിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം. ഇവിടെ എന്തോ ഒരു സാധനമുണ്ട്, ഇത് കളയാം. എന്ത് സാറ്റിസ്ഫാക്ഷൻ ഇത്. അയ്യോ ലൈറ്റ് കുഴപ്പമില്ല. പിന്നെ ഒരു പറന്നു പോവും. ഓക്കെ, ആ യൂസർ ഇക്വേഷൻസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ യൂസർ മാനുവലൊക്കെ ആർക്ക് നമ്മുടെ നമ്മളെ കറക്കാനുള്ള ക്യൂബ് റുബിക്സ് ക്യൂബ് നമ്മുടെ കയ്യിലുണ്ട്. ഇതിൻ്റെ സ്കില്ലൊക്കെ കാണിക്കാം. ഇങ്ങനെയുള്ള ഗൈസ്. അയ്യോ, അത്ര പറയിലൊന്നും കറക്കാൻ പറ്റൂലെങ്കിലും അടിപൊളിയായിട്ടുള്ള സ്പിന്നർ റുബിക്സ് ക്യൂബാണ് നമ്മുടെ കയ്യിലുള്ളത്. അടിപൊളിയാട്ടാ. ക്യൂബ് സോൾവ് ചെയ്യാലോ. അതെ, ഫുള്ള് ഷഫിൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് സോൾവ് ചെയ്യാം. ഈ വയറ് കട്ട് ചെയ്താണ് ഞാൻ. 200 രൂപ ടാറ്റ ബൈ പറയുന്നുണ്ട്. ഇങ്ങനായിട്ട് ശരിക്കുള്ള ഒരു ഷേപ്പിലോട്ടാണ്. ഇത്രയും കൂടെ ഒന്ന് ഈ ക്യൂബൊക്കെ ഒന്ന് മാറ്റിക്കാം. അയ്യോ എൻ്റെ ക്യൂബ് ഇങ്ങോട്ട് വരാം. യെസ്, ഗൂയിസ്. അപ്പോൾ അതെ ഈ ക്യൂബ് ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ശരിയാക്കാൻ ഇങ്ങനെ പൊന്തിക്കുന്ന വശം ശരിയാക്കാൻ വേണ്ടി ഈസിയാണ്. വശം ഇങ്ങനെ തിരിക്കണം. അതിനുശേഷം ഇതിനൊക്കെ അടി കൊണ്ടുവരാം. എന്നിട്ട് ഇതിങ്ങനെ വീണ്ടും തിരിക്കാം. അപ്പോൾ ഇവിടെയും കൂടെ കിട്ടും. അങ്ങനെയല്ല ഗൈസ്, ഇതും കൂടി തിരിച്ചിട്ട് ഇതിങ്ങനെ തിരിക്കണം. എന്നിട്ട് ഇതിങ്ങോട്ട് തിരിച്ചിട്ട് ഇതിങ്ങോട്ട് തിരിക്കണം. അങ്ങനെയല്ല, ഇതിങ്ങനെ തിരിക്കണം. എന്നിട്ട് ഇതിങ്ങോട്ട് തിരിച്ചിട്ട് ഇത് പഴയ പോലെ ആക്കിയിട്ട് ഇതിങ്ങോട്ട് തിരിച്ചിട്ട് ഇത് ഇവിടത്തോട്ട് തിരിക്കണം. ഇവിടത്തോട്ട് തിരിച്ച് ഇതിങ്ങോട്ട് തിരിച്ചിട്ട് ഇതിങ്ങനെ തിരിക്കണം. എന്തെങ്കിലും മനസ്സിലായോ? ഇത് എന്നിട്ട് ഇങ്ങനെയൊക്കെ ഇട്ട് വശം തിരിക്കാം. ഇങ്ങനെയല്ല ഫസ്റ്റ് ചെയ്യേണ്ടത്. മാനുവലിനകത്ത് അങ്ങനെയൊക്കെയാണ് കട്ട് കിട്ടുക. അതൊക്കെ ഈ 4 വശം ഫസ്റ്റ് ശരിയാണ്. ആ കുഴപ്പമില്ല, ഇങ്ങനെ തിരിച്ചാൽ മാത്രം മതി. തിരിച്ചാൽ മാത്രം കയറുക. ഓക്കെ, ആ 4 വശം ശരിയായതിനു ശേഷം ഈ വശങ്ങൾ ഇങ്ങനെ കറക്കിയെടുക്കുക. ഓക്കെ, അപ്പം നമ്മൾ ഈ സക്സസ്ഫുള്ളി ഇതടുത്തൊരു പാർട്ടിക്കസിലോട്ട് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതാണ് ഇതിൻ്റെ പാർട്ടിക്കസ്. ഒറ്റ പാർട്ടിക്കസുള്ള കേട്ടോ. ഈ 2 കട്ട ശരിയാവും, ഈ കട്ട ശരിയാവില്ല. ഈ 2 കട്ട ശരിയാവും, ഈ കട്ട ശരിയാവും. ഈ 2 കട്ട ശരിയാവും, ഈ കട്ട ശരിയാവില്ല. ഇതിനെന്താണ് മാർഗം? ഈ പാർട്ടിക്കസ് നമുക്കിങ്ങനെ ശരിയാക്കാം. ഞാൻ കുറച്ച് റിസർച്ചുകൾ ചെയ്യാൻ പോകും.
എൻ്റെ റിസർച്ചുകൾ അനുസരിച്ച് മാസ്റ്റർ മുഫിക്സിലുള്ള ഈ കട്ടതിരിഞ്ഞ പരിറ്റിക്കാണെന്ന് തോന്നുന്നു. ഓക്കെ, ഇന്നോക്ക് ശരിയാക്കാം. ബുദ്ധി തെളിഞ്ഞു, ബൾബ് കത്തി തലയിൽ. ഓക്കെ, ഇനി ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബാക്ക് തിരിക്കാം, മാസ്റ്റർ മുഫിക്സിലുള്ളത്. അതിനുശേഷം ഇതിങ്ങോട്ട് തിരിക്കാം, അതിനുശേഷം ഇതിങ്ങോട്ട് തിരിക്കാം. ഇനി ഇതിങ്ങോട്ട് തിരിച്ചിട്ട് ഇതിങ്ങോട്ട് തിരിച്ചാൽ മതി. ക്യൂബ് ശരിയാക്കേ, ക്യൂബ് ശരിയാക്കേ. ഇത്രയേ ഉള്ളൂ. അടിപൊളി, പവറൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഇങ്ങനെ കറക്കി കറക്കി കളിച്ചിട്ട് ഡൈ ആവും, സംശയമില്ലാതില്ലാതില്ല. എന്തൊരു സാറ്റിസ്ഫാക്ഷൻ. അപ്പം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അങ്ങനെ പറയല്ല കേട്ടോ, ലൈക്കൊക്കെ കുറഞ്ഞ് വരണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. See you in the next video.